ഓപ്പറേഷൻ സിന്ധു ഇസ്രയേലിലേക്കും. ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സംഘർഷം കൂടുതൽ രൂക്ഷമായതോടെ ഇസ്രയേൽ വിടാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കുന്നതിനായുള്ള പദ്ധതികൾ ഇന്ത്യൻ സർക്കാർ ആരംഭിച്ചു. കര അതിർത്തികൾ വഴിയും തുടർന്ന് ഇന്ത്യയിലേക്കുള്ള വിമാനയാത്ര വഴിയും പൗരന്മാർക്ക് തിരികെ എത്താൻ സൗകര്യമൊരുക്കുമെന്ന് സർക്കാർ വ്യക്തമാക്കി. അതേസമയം ഇറാനിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്ന പദ്ധതി തുടരുകയാണ്. ഉർമിയ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും 110 വിദ്യാർത്ഥികളെ ഇതിനകം ഒരു പ്രത്യേക വിമാനത്തിൽ തിരികെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇസ്രായേലിനെതിരെ വീണ്ടും മിസൈൽ ആക്രമണ മുന്നറിയിപ്പുമായി ഇറാൻ. ഹൈഫ, തെല്ലവീവ് നഗരങ്ങളിലെ സൈനിക ഇന്റലിജൻസ് കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടായിരിക്കും ആക്രമണം എന്നും ആളുകൾ ഒഴിഞ്ഞു പോകണമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിൽ അമേരിക്ക ഇടപെടണോ എന്ന വിഷയത്തിൽ 2 ആഴ്ചയ്ക്കകം തീരുമാനം എടുക്കുമെന്ന് വൈറ്റ് ഹൌസ് വ്യക്തമാക്കി. അഹമ്മദാബാദിൽ അപകടത്തിൽപ്പെട്ട എയർ ഇന്ത്യ വിമാനത്തിന് തകരാറുകൾ ഇല്ലായിരുന്നുവെന്ന് എയർ ഇന്ത്യ സിഇഒ ക്യാംബെൽ വിൻസൻ. വിമാനത്തിൽ പരിശോധനകൾ കൃത്യസമയത്ത് നടത്തിയിരുന്നുവെന്ന് ജീവനക്കാർക്ക് അയച്ച കത്തിൽ അദ്ദേഹം വ്യക്തമാക്കി. അഹമ്മദാബാദിൽ വിമാനാപകടം നടന്ന് ഒരാഴ്ചയാകുമ്പോഴാണ് അപകടത്തിൽപ്പെട്ട വിമാനത്തിന് തകരാറുകൾ ഇല്ലായിരുന്നുവെന്ന് എയർ ഇന്ത്യ സിഇഒ വ്യക്തമാക്കുന്നത്. ഇന്നലെ നിലമ്പൂരിൽ വിധി എഴുതി പോളിംഗ് ശതമാനം 74.35%. കണക്കുകളിൽ നേരിയ വ്യത്യാസം വരാമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഓഫീസ് വ്യക്തമാക്കി. വോട്ടെണ്ണൽ 23-ന്. നിലമ്പൂരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ മറികടക്കുന്ന പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. സംസ്ഥാനത്ത് മഴയുടെ ശക്തി കുറയുന്നു. ഇന്ന് എല്ലാ ജില്ലകളിലും മഴയ്ക്ക് സാധ്യതയുണ്ടെങ്കിലും ഒരിടത്തും അലേർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടില്ല. ഒപ്പം സംസ്ഥാനത്ത് പടിഞ്ഞാറൻ കാറ്റ് ശക്തമായി തുടരുന്നു. വടക്കൻ കേരള തീരം മുതൽ വടക്കൻ കൊങ്കൺ തീരം വരെ തീരദേശ ന്യൂനമർദ്ദപാത്തി രൂപപ്പെട്ടിട്ടുണ്ട്. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് താലൂക്കിൽ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു.